Hi friends, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. RRB ഗ്രൂപ്പ് സി, NTPC ഗ്രൂപ്പ് ഡി എക്സാം ഒക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സ് ആൻഡ് റീസണിംഗ് കോഴ്സിലെ 6ാമത്തെ ചാപ്റ്ററാണിത്. ആ പാർട്ട് 6 ആണ്. അപ്പോൾ എല്ലാ ദിവസവും 8 മണിക്കാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ടെലഗ്രാമിൽ A to Z ട്രിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാമിലും ജോയിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കും. അതുപോലെ നിങ്ങൾ ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ 3 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ആ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 pipes A and B can fill a tank in 36 minutes and 45 minutes respectively. Another pipe C can empty the tank in 30 minutes. First A and B are opened. After 7 minutes C is also opened. The tank is filled up in. നോക്കാം, നമുക്ക് പറഞ്ഞ രീതി ചെയ്ത് നോക്കാം. A എന്ന് പറയുന്ന പൈപ്പ് ഉണ്ട്, B എന്ന് പറയുന്ന പൈപ്പ് ഉണ്ട്, C എന്ന് പറയുന്ന പൈപ്പ് ഉണ്ട്. A 36 മിനിറ്റ് കൊണ്ടും B 45 മിനിറ്റ് കൊണ്ടും C 30 മിനിറ്റ് കൊണ്ട് എന്താണ് മൈനസ് ആകാണ്, എം ടി ആകാണ്, അത് ലീക്കാണ്. അത് പുറത്തുള്ള ടാപ്പാണ്, പുറത്തേക്ക് പോകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്ന നമ്മുടെ ടാങ്കിനടിയിൽ ടാപ്പ് ഉണ്ടാവില്ല, അതാണത്. നമുക്ക് ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കാം. എത്ര ആണ് ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി നോക്കാൻ വേണ്ടി 36ൻ്റെയും 45ൻ്റെയും 30ൻ്റെയും LCM കാണാം. LCM എത്ര വരിക? 180 ആണ് ഇതിൻ്റെ LCM. ഇനി എന്ത് ചെയ്യുക? ഈ ഒരു 180 യൂണിറ്റ് വർക്ക്, 180 യൂണിറ്റ് കപ്പാസിറ്റിയുള്ള ടാങ്ക് നിറയാൻ വേണ്ടി 36 മിനിറ്റ് എടുക്കുന്നു എക്ക്, ബിക്ക് 45 മിനിറ്റ് എടുക്കുന്നു, സിക്ക് അത് ഒഴുകിപ്പോകാൻ 180 കപ്പാസിറ്റിയുള്ള ടാങ്ക് ഒഴിഞ്ഞു പോകാൻ 30 മിനിറ്റാണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം, ഇത് ഈ ഒരു 180 നിറക്കാൻ എന്ന ടാപ്പ് എടുക്കുന്ന എഫിഷ്യൻസി ചോദിച്ചാൽ 180 ആയിരിക്കണം. 36 360 നേർപകുതി അപ്പോൾ എത്രയാണ്? 5. 180 ആയിരിക്കണം 45. ബിയുടെ എഫിഷ്യൻസി 4. 180 ആയിരിക്കണം 30. എത്ര എഫിഷ്യൻസിയാണ്? 6 എഫിഷ്യൻസി. ആ 6 എങ്ങനെ വരിക? -6 വരിക. കാരണം എന്താണ്? അത് ഒഴുകിപ്പോവാണ്. നമ്മോട് പറഞ്ഞു എയും ബിയും കൂടിയും ഓപ്പൺഡ്, 6 ഓപ്പൺഡ് ഉണ്ട്. എയും ബിയും കൂടിയും എത്ര? 7 മിനിറ്റ് വരെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം സിയും കൂടിയും ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, 7 മിനിറ്റ് ഈ 2 ടാപ്പുകളുമാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ എയും ബിയുടെയും എഫിഷ്യൻസി എത്ര? 5 × 4 9 എഫിഷ്യൻസി. അവർ 7 മിനിറ്റ് കൊണ്ട് ഈ 150 കപ്പാസിറ്റിയുള്ള ടാങ്ക് നിറയാൻ വേണ്ടി അതിൽ 150ൽ എത്ര ഭാഗം അവർ നിറച്ചു എന്നറിയാൻ വേണ്ടി 7 × ഇവരുടെ എഫിഷ്യൻസി എത്ര? ടോട്ടൽ 9. 7 × 9 എത്രയാണ്? 63. 150ൻ്റെ 63 ഭാഗം അവർ ചെയ്തു. അപ്പോൾ 150 കപ്പാസിറ്റിയിലുള്ള ടാങ്കിലെ 63 ഭാഗം അവർ തീർത്ത. ബാക്കിയുള്ളത് എത്രയാണ്? 180 നിന്നും 63 കുറച്ച് കഴിഞ്ഞിട്ട് എത്രയാണ് ബാക്കി വരുന്നത്? 117 യൂണിറ്റാണ് ഇനി നിറയാറുള്ളൂ. 150 യൂണിറ്റിൽ 63 യൂണിറ്റ് 2 ആൾ നിറച്ചു. ഇനി 117 യൂണിറ്റ് ഉണ്ട്. ഈ 117 യൂണിറ്റ് ചെയ്യാൻ ആഫ്റ്റർ 7 കഴിഞ്ഞിട്ട് ആര് ഓപ്പൺ ചെയ്യും? നമ്മുടെ സി ആയ പുറത്തേക്ക് ഒഴുകുന്ന ടാപ്പും കൂടി തുറന്നു. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്ര? 5 × 4 9. 9 -6 ആണ്. 9 - 6 എത്രയാണ്? 3. അപ്പം 3 ആണ് അവരുടെ എഫിഷ്യൻസി. 117 വർക്ക് ചെയ്യാൻ അവർക്ക് എടുക്കുന്ന എഫിഷ്യൻസി എത്ര മണിക്കൂർ എടുക്കുന്നു വെച്ചാൽ 117 ആയിരിക്കണം. 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? 117 3 കൊണ്ടായിരിക്കുമ്പോൾ നമുക്ക് 39 മിനിറ്റാണ്. നമ്മോട് ചോദിച്ചെന്താണ്? ടാങ്ക് വിൽ ഫില്ലപ്പ്, എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ലാകാം? ഇവിടെ 39 മിനിറ്റ് എടുത്ത്, ഇവിടെ എത്രയാണ്? 7 മിനിറ്റ് എടുത്ത്, മൊത്തം 39 + 7 കൂടി ചെയ്യുമ്പോൾ 46 മിനിറ്റാണ് എടുക്കുന്നത്. മനസ്സിലാത്തവർ ഒരിക്കൽ കൂടി വീഡിയോ കാണുക, കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് LCM മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 3 pipes A, B and C can fill a cistern in 10 minutes, 20 minutes, 30 minutes respectively. If the pipes A is kept opened for full time
while pipe B and C are opened alternatively 1 minute each. Then how long will it take to the cistern to fill? എയും ബിയും സിയും എന്ന് പറയുന്ന പൈപ്പുകളുണ്ട്. 10 മിനിറ്റ് കൊണ്ടും 20 മിനിറ്റ് കൊണ്ടും 30 മിനിറ്റ് കൊണ്ടും നിറയുന്ന പൈപ്പുകളാണ്. എ ഫുൾ ടൈം ഓപ്പൺ ചെയ്യുകയാണ്, ബിയും സിയും ആൾട്ടർനേറ്റീവ്ലി ഓരോ മിനിറ്റ് ഇടവിട്ടിട്ടാണ് തുറക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ടാണ് അവർ ആ ഒരു ടാങ്ക് നിറക്കുന്നതെന്നാണ് ചോദ്യം. നോക്കുക, എ എന്ന് പറയുന്ന പൈപ്പുണ്ട്, ബി എന്ന് പറയുന്ന പൈപ്പുണ്ട്, സി എന്ന് പറയുന്ന പൈപ്പ്. എ 10 മിനിറ്റ് കൊണ്ട്, ബി 20 മിനിറ്റ് കൊണ്ട്, സി 30 മിനിറ്റ് കൊണ്ട് നിറയുന്ന പൈപ്പുകളാണ്. 20ൻ്റെയും 10ൻ്റെയും 30ൻ്റെയും എൽ സി എം എത്രയാണ്? എൽ സി എം എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 60 യൂണിറ്റ് ആണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഈ 60 യൂണിറ്റ് ടാങ്ക് നിറയാൻ വേണ്ടിയിട്ടാണ് എക്ക് 10 മിനിറ്റും ബിക്ക് 20 മിനിറ്റും സിക്ക് 30 മിനിറ്റ് എടുക്കുന്നത്. അവിടെ എഫിഷ്യൻസി, ഈ ഒരു ടാങ്ക് നിറയാൻ വേണ്ടി എ എടുക്കുന്ന എഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ 60 ഹരിക്കണം 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടി. 60 ഹരിക്കണം 30 ചെയ്ത് കഴിഞ്ഞാലോ 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടി. 60 ഹരിക്കണം 30 ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടി. അപ്പോൾ 6, 3, 2 എന്നിവയാണ് അവിടെ എഫിഷ്യൻസി. നമുക്ക് നോക്കാം, ഒന്നാമത്തെ മിനിറ്റിൽ ആരൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്തിരിക്കുക? എ ഫുൾ ടൈം ഓപ്പൺ ആണ്. ഒന്നാമത്തെ എ ഉണ്ടായിരിക്കും, പിന്നെ ബി ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് മിനിറ്റിൽ ബി ഓപ്പൺ ചെയ്തു, എ ബി ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര എ ബിയുടെ എഫിഷ്യൻസി ടോട്ടൽ? ഇവിടെ നോക്കാം, 6 + 3 9 രണ്ടാമത്തെ മിനിറ്റിൽ നോക്കാം, എ എപ്പോഴും ഉണ്ടാവും, പിന്നെന്താ ഏതുണ്ടാകുക? സി ആയിരിക്കും. എയുടെയും സിയുടെയും എഫിഷ്യൻസി 6ഉം 2ഉം 8 എഫിഷ്യൻസി. 2 മിനിറ്റിൽ അവർ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 9ഉം 8ഉം കൂടിയാൽ 17 യൂണിറ്റ്. 60 യൂണിറ്റ് കപ്പാസിറ്റിയുള്ള ടാങ്കിലെ 17 യൂണിറ്റ് അവർ 2 മിനിറ്റ് കൊണ്ട് തീർക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, 2 മിനിറ്റിൽ 17 ആണെങ്കിൽ ഇവർ 6 മിനിറ്റിൽ എത്രയായിരിക്കും? 2 മിനിറ്റിൽ 17, 4 മിനിറ്റിന് 17ഉം 17 എത്ര വരുന്നത്? 17 34 വരും. പിന്നെ 34 + 17 വരുന്ന എത്രയാണ്? 6ാമത്തെ മിനിറ്റിൽ 51. ബാക്കി നോക്കുക, 51 വർക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള അവിടെ എത്രയാണ്? 9 ആണ്. പിന്നെ ആരാക്കാരും പിന്നെ വരിക? 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് ആരാ വരുന്നത്? എ ബിയാണ് വരിക. എ ബിയുടെ എഫിഷ്യൻസി എത്ര? 9. അപ്പോൾ 9 ആയിരിക്കണം 9 1 കൂടി. അപ്പോൾ ഇവിടെ 6 മിനിറ്റ് ടോട്ടൽ കിട്ടി, പ്ലസ് 1 മിനിറ്റ് കൂടി കൂടുമ്പോൾ 7 മിനിറ്റ്. 7 മിനിറ്റിലാണ് അവർ ആ ഒരു ടാങ്ക് മൊത്തത്തിൽ നിറയുക. അങ്ങനെ ആൾട്ടർനേറ്റീവ്ലി ആകുമ്പോൾ 7 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് നിറയുന്നത്. അടുത്ത 2 pipes can fill a tank in 8 hours and 12 hours respectively, whereas an escape pipe can empty it in 6 hours. If the 3 pipes are opened 1 p.m., 2 p.m. and 3 p.m. respectively, at what time will the tank be filled? നോക്കുക, 8 മണിക്കൂർ കൊണ്ടും 12 മണിക്കൂർ കൊണ്ടും 6 മണിക്കൂർ കൊണ്ട് എം ടി ആകുന്ന 3 പൈപ്പുകളുള്ളത്. ഓരോ പൈപ്പ് 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഓപ്പൺ ചെയ്തു. നോക്കുക, എ എന്ന് പറയുന്ന പൈപ്പ്, ബി എന്ന് പറയുന്ന പൈപ്പ്, സി എന്ന് പറയുന്ന പൈപ്പ് 8 മണിക്കൂർ 12 മണിക്കൂർ -6 വരാൻ കാരണം എന്താണ്? അവിടെ അത് എം ടി ആയി പോവുകയാണ്. 8ഉം 6ഉം 12ൻ്റെയും എൽ സി എം എത്രയാണ്? 24. നോക്കുക, ഇവിടെ 24ൽ എത്ര 8ആണ്? എഫിഷ്യൻസി കാണാൻ 24 ആയിരിക്കണം 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3. 24 ആയിരിക്കണം 12 2. 24 ആയിരിക്കണം 6 -4. ഇപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു 1 മണിക്ക് 1 പൈപ്പ് ഓപ്പൺ ചെയ്ത്, 1 മണിക്ക് 1 പൈപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ എങ്ങനെയാണ്? എത്ര എഫിഷ്യൻസി ആയിരിക്കും? എ മാത്രം തുറന്നത് 3 ആയിരിക്കും, കാരണം എയുടെ എഫിഷ്യൻസി 3 ആണ്. അടുത്ത നോക്കാം, 2 മണിക്കൂർ ബിയും കൂടിയും തുറന്നു. അത്ര വരിക? എ 3 ഓൾറെഡി അവിടെ ഉണ്ട്, പൈപ്പ് ബിയും കൂടിയും തുറന്നപ്പോൾ 2ഉം കൂടിയും കൂടിയപ്പോൾ 5 ആയി. മൊത്തം എത്രയായി? 5ഉം 3ഉം 8 വർക്കായി. അപ്പോൾ 24 യൂണിറ്റ് കപ്പാസിറ്റിയുള്ള ടാങ്കിലെ 8 യൂണിറ്റ് അവർ ചെയ്തു, 2 പേരും കൊണ്ട് ചെയ്തു. ബാക്കി എത്ര? 24 -8 16 യൂണിറ്റ് വർക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ 2 മണി ആയിട്ടുള്ളൂ. 3 മണിക്ക് എങ്ങനെയായിരിക്കും? 3 മണിക്ക് 3 + 2 എ ബി -സി ഉണ്ടാവും. അപ്പോൾ 3 2 5 -4 കൂടിയും കൂടിക്കഴിഞ്ഞാൽ എത്രയാണ്? 1 എഫിഷ്യൻസി മാത്രമേ അവിടെ വരുന്നുള്ളൂ.
ഈ 16 യൂണിറ്റ് വർക്ക് ചെയ്യാൻ 16 യൂണിറ്റ് അവർ ആ ഒരു ടാങ്ക് നിറക്കാൻ അവർക്ക് ഡിവൈഡ് ബൈ 16 മണിക്കൂർ വേണ്ടേ. 3 മണി പ്ലസ് 16 അവർ കൂട്ടിയ എത്രയാണ്? 3 PM. 3 PM ടു പ്ലസ് 16 മോർണിംഗ് 7 AM. ചെയ്ത് നോക്കുക. നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വളരെ പ്രധാനപ്പെട്ട് തന്നെ ചെയ്താൽ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾക്ക് എത്ര ശരിയായൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ തരികയാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ട്രെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതുപോലെ സ്പീഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ്. ഇഫ് എ മാൻ വാക്സ് അറ്റ് എ റേറ്റ് ഓഫ് 5 km/h he misses a train by 7 minutes. However, if we walk at the rate of 6 km/h he reaches the station 5 minutes before the arrival of the train. The distance covered by him to reach the station. ഒരാൾ 5 കിലോമീറ്റർ മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിൽ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് 7 മിനിറ്റ് ട്രെയിൻ മിസ്സാകും. ട്രെയിന് ലേറ്റ് ആകാണ്. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ലേറ്റ് ആയിട്ട് എത്തുന്ന 7 മിനിറ്റ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം 6 കിലോമീറ്റർ മണിക്കൂറിൽ 6 കിലോമീറ്റർ വെച്ച് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് 5 മിനിറ്റ് നേരത്തെയാണ് അദ്ദേഹം എത്തുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം എത്ര ദൂരം അതേ വീട്ടിൽ നിന്നും സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ടെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 trains are running opposite direction with the same speed if the length of each train is 120 meters and they crosses each other in 12 seconds. The speed of the train in km/h. 2 ട്രെയിനുകളുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, സെയിം സ്പീഡിലാണ് പോകുന്നത്. അവരുടെ ഓരോന്നിൻ്റെയും ലെങ്ത് 120 മീറ്റർ ആണെങ്കിൽ അവർ പരസ്പരം ക്രോസ് ചെയ്യുന്നത് 12 സെക്കൻഡ് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എത്രയാണ് അവരുടെ സ്പീഡ് എന്നാണ് ചോദ്യം. മൂന്നാമത് ക്വസ്റ്റ്യൻ, ദ ട്രെയിൻ 140 meter and 160 meter long run at a speed of 60 km/h and 40 km/h respectively in opposite direction on parallel tracks. The time in second with they take to cross each other is. ചെയ്ത് നോക്കുക. 3 ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തുടർച്ചയായി വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.